Hello guys, welcome to Art of Coding. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റിന്റെ ബേസിക്സ് ആണ്. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ സെറ്റിന്റെ കുറച്ച് എന്താണ് സെറ്റ് എന്ന് മനസ്സിലാക്കി. ഇന്ന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാ പ്രോഗ്രാമിങ്ങിനും ആവശ്യമുള്ള ഒരു സാധനമാണ് വേരിയബിൾസ്. ഓക്കെ, വേരിയബിൾസ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. വേരിയബിൾസ് എന്താണ്? ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. Okay, so variables associates a name with a value of particular data type. For example, x equal to 10. Okay, this is the variable or constant, and this is the value. Okay, this value is ഈ ഒരു കേസിൽ 10 എന്ന് പറഞ്ഞത് ഒരു ഇന്റിജർ വാല്യൂ ആണ്. ഇത് വേണമെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആവാം, ഒരു സ്ട്രിംഗ് ആവാം, ഒരു ബൂളിയൻ ആവാം, ഏത് ഡേറ്റ ടൈപ്പ് ആണെങ്കിലും ആവാം. ഓക്കെ, ഇതാണ് വേരിയബിൾ. കോൺസ്റ്റൻസ് അറിയാമോ? കോൺസ്റ്റൻസ് സെയിം വേ ആണ്, വേരിയബിൾ പോലെ തന്നെയാണ്. പക്ഷെ കോൺസ്റ്റൻസ് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാറ്റാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ x equal to 10 then x equal to 20 എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. അതാണ് കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാമിംഗിൽ വാല്യൂ മാറാത്ത കേസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു മാർക്ക് എന്ന് പറയാം, ആ മാർക്ക് ഒരിക്കലും മാറില്ല. ഓക്കെ, ആ ഒരു കേസിൽ നമുക്ക് വേരിയബിൾ അല്ല കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, നമുക്ക് വേരിയബിളും കോൺസ്റ്റന്റ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ var x equal to 10. Okay, this is a variable. This means x is a variable of type int and its value equal to 10. And constants declare in the let എന്ന് പറഞ്ഞിട്ട് keyword എടുത്താണ് let. Okay, let x equal to 10. ഇതാണ് സെറ്റില് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇവിടെ ഞാൻ സെമി കോളൻ ഇട്ടില്ല. ഓക്കെ, നമ്മളെ സിയിലും ഒബ്ജക്റ്റീവ് സിയിലൊക്കെ സെമി കോളൻ ഇട്ടു. പക്ഷേ സെറ്റിൽ സെമി കോളൻ ഇട്ടാൽ കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സെമി കോളൻ ഇല്ലാതെ വർക്ക് ചെയ്യും. ആൻഡ് ഓൾസോ ചെക്ക് ദാറ്റ് ഇവിടെ ഞാൻ ടൈപ്പ് പറഞ്ഞില്ല, ഇത് ഏത് ടൈപ്പ് ആണെന്ന് പറഞ്ഞില്ല. ടൈപ്പ് വേണമെങ്കിൽ പറയാം, var x of type int equal to 10. Similarly, let x of type int equal to 10. This both are same. നമുക്ക് ടൈപ്പ് പറഞ്ഞാലും അല്ലെങ്കിൽ ടൈപ്പ് പറഞ്ഞില്ലെങ്കിലും വർക്ക് ചെയ്യും. മീൻസ് എക്സ് കോഡ് സെറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആ വേരിയബിളിന്റെ ടൈപ്പ് കോൺസ്റ്റന്റ് ടൈപ്പ് ഓട്ടോമാറ്റിക്കലി ഇൻഫർ ചെയ്യും. അതാണ് ടൈപ്പ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് ഇൻഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ ടൈപ്പ് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് എക്സ് വിൽ ബി എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഇന്റ്. ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രിംഗ് ഡിക്ലെയർ ചെയ്യുന്നത് വേർ y ഓഫ് സ്ട്രിംഗ് ഈസ് ഈക്വൽ ടു സം മെസ്സേജ്. ഓക്കെ, ഈ സെയിം തന്നെ നമുക്ക് var y ഈക്വൽ ടു മെസ്സേജ് എന്ന് പറഞ്ഞു ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇതാണ് ടൈപ്പ് വേരിയബിൾ ആൻഡ് കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യുന്ന മെത്തേഡ്. ഒരു ലൈൻ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ var x equal to 10, y equal to 10, z equal to 10. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് വേരിയബിൾ ഡിഫറെന്റ് ലൈൻ അല്ല സിംഗിൾ സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ,
സോ ഇതാണ് വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യുന്ന മെത്തേഡ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രിന്റ് ആണ്. Print is used for printing something in the console. ഡെവലപ്മെന്റ് പ്രോസസ്സിൽ എന്തെങ്കിലും വാല്യൂസ് ഒരു വേരിയബിളിന്റെ വാല്യൂ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂ എന്താ പറയുന്നത് നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ നോക്കാം. പ്രിന്റ് എന്നാൽ ജസ്റ്റ് ഒരു ആദ്യം മാത്രമേ ഉള്ളൂ. പ്രിന്റ് ഓഫ് സം മെസ്സേജ്. ഇത് കൺസോളിൽ സം മെസ്സേജ് പ്രിന്റ് ചെയ്യും. നമുക്ക് വാല്യൂ വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലെറ്റ് x equal to 20, then print value of x is ഇവിടെ നമ്മൾ ഒരു കോൺസ്റ്റന്റിനാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇതൊരു മൊത്തം ഒരു സ്ട്രിംഗ് ആണ്. ആ സ്ട്രിങ്ങിനകത്ത് ഈ ഒരു പാർട്ടിനകത്താണ് നമ്മൾ ഒരു വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്, ഒരു വാല്യൂ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇതാണ് സ്ട്രിംഗ് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. Okay, this is a way of printing a value in the console. So backslash, okay, bracket and closing bracket of value. Okay, this is the method of printing some value in the console. Okay. Next, we will look at comments. നമ്മൾ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ എപ്പോഴും കോഡിങ് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ഒരു ഫംഗ്ഷൻ ഒരു പർപ്പസ് ആണ്. ഓക്കെ, ആ പർപ്പസ് നമ്മൾ എപ്പോഴും ആ ഫംഗ്ഷന് മുന്നേ ആയിട്ട് എഴുതി വയ്ക്കണം, കമന്റ് ചെയ്ത് വയ്ക്കണം. അപ്പം നമുക്ക് വേറെ ആരെങ്കിലും കോഡ് റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആ മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ട്. അത് രണ്ട് രീതിയിൽ നമുക്ക് കമന്റ്സ് എഴുതാം. സിംഗിൾ ലൈൻ കമന്റ്സ് ഉണ്ട്, മൾട്ടി ലൈൻ കമന്റ്സ് ഉണ്ട്. സിംഗിൾ ലൈൻ കമന്റ്സ് മീൻസ് slash something. Okay, this is multi-line. Okay, this is the multi-line command and this is the single line command. Okay, always try to include comments in your code to describe what the code is intended for. Okay. ഇനി അടുത്ത് നോക്കാനുള്ളത് ഇന്റിജേഴ്സ് ആണ്. So integers are whole numbers without any fractional component. ഒരു whole number ആണ്. For example, 0, 1, -1, 1000, any value. Okay. ഇത് സിപ്പിനകത്ത് ബിറ്റ് ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 8-bit, 16, 32 and 64 ബിറ്റ്. ഇത്രയും ബിറ്റ് ഫോമാറ്റിൽ നമുക്ക് ഇന്റിജേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഫോർമാറ്റ് രണ്ട് രീതിയിലുള്ള ഇന്റിജേഴ്സ് ഉണ്ട്. ഇന്റിജർ ഉണ്ട്, നോർമൽ ഇന്റിജേഴ്സ് ഉണ്ട്, അൺസൈൻഡ് ഇന്റിജേഴ്സും ഉണ്ട്. So this means this is signed integer, it is unsigned integer. Signed integers means it will have negative values, minus values also. For example, -2, -1, 0, 1, 2, that's all. Unsigned integer means that will only have positive numbers, 0, 1, 2, and 2. Okay, ഈ ഒരു ബിറ്റ് ഫോമിൽ ഈ രണ്ട് ഇന്റിജർ ടൈപ്പ് ഇൻറ്റും യുഇന്റും ഉണ്ട്. ഫോർ എക്സാമ്പിൾ int of 8, int of 16, ഈ ഡേറ്റ ടൈപ്സ് ആണ് ഉള്ളത്. ആൻഡ് അൺസൈൻഡ് ഇന്റിജറിൽ int 8, int 16, sorry, uint 16,
Also there is two types of integers ഉണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് int and uint. ഇവിടെ നമ്മൾ ഏത് ബിറ്റ് ഫോം ആണ് സ്പെസിഫൈ ചെയ്യുന്നില്ല. ഈ ഒരു കേസിൽ നമ്മുടെ ഡിവൈസ് പ്ലാറ്റ്ഫോം ഏത് ആർക്കിടെക്ചർ ആണ്, 32 ആണോ 64 ആണോ എന്ന് നോക്കിയിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു 32 ബിറ്റ് മൊബൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇന്റ് 32 എടുക്കും ആൻഡ് അൺസൈൻഡ് ഇൻറ്റിജർ 32 എടുക്കും. 64 ബിറ്റ് ആണെങ്കിൽ ഇന്റ് 64 എടുക്കും ആൻഡ് അൺസൈൻഡ് ഇന്റ് 64 എടുക്കും. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഇന്റും ഇന്റ് ആണ്. എപ്പോഴും കോഡ് ചെയ്യുന്നത് ഇൻറ്റിജേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇന്റ് ആണ്. മറ്റേ വെരി സ്പെഷ്യൽ കേസിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ഇൻറ്റിജേഴ്സ്. Next, integers can mean that the integers means all numbers without any fraction component. Fraction component ഉള്ളതാണ് floating point numbers എന്ന് പറയുന്നത്. For example, 3 point നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന 5 വാല്യൂ 3.4. This is a floating point numbers ആണ്. സെറ്റിനകത്തുള്ളത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡബിൾ ആൻഡ് ഫ്ലോട്ട്. ഡബിൾ 64 ബിറ്റും ഫ്ലോട്ട് 32 ബിറ്റും. ഈ രണ്ടാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഡബിൾ ആൻഡ് ഫ്ലോട്ട്. ഇതിൽ നമ്മൾ എപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ആണ്. ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ യൂസ് ചെയ്യുന്ന കേസിൽ നമ്മൾ എപ്പോഴും ഡബിൾ ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പൈ ഒരിക്കലും മാറില്ല, 3.14. സോ വേരിയബിൾ അങ്ങോട്ട് നല്ലത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ലെറ്റ് പൈ ഓഫ് double is equal to 3.1415. Okay, ഇതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ let pi is equal to 3.1415. both case will be the same. ടൈപ്പ് ഇൻഫറൻസ് വഴി സെറ്റ് പൈയുടെ ടൈപ്പ് ഡബിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കേണ്ടത് നമുക്ക് ടൈപ്പ് കൺവേർഷൻ നോക്കാം. ഓക്കെ, ടൈപ്പ് കൺവേർഷൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു വേരിയബിൾ ഉണ്ട്, ടൈപ്പ് കൺവേർഷൻ. ചില കേസ് നമുക്ക് ഒരു ഇൻറ്റിനെ ഡബിൾ ആക്കാനോ ഡബിൾ ഇൻറ്റ് ആക്കാനോ ഓപ്ഷൻ വരും. ഫോർ എക്സാമ്പിൾ ലെറ്റ് 3 is equal to 3, then let points is equal to 0.14159, let pi is equal to other. നമുക്ക് ഈ റിസൾട്ട് ആണ് 3.1415. So we are going to add an integer with a double value. So this is the int, this is the double. നമുക്ക് വേണ്ടത് റിസൾട്ട് വേണ്ടത് എന്താണ്? ഡബിൾ അല്ലേ? 3.14 ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്, നമുക്ക് ഡബിൾ ആണ് വേണ്ടത്. അതെങ്ങനെ ചെയ്യും? നമുക്കിനെ ഉള്ള ഇന്റിജറിനെ ഡബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു മെത്തേഡാണ് ഡബിൾ ഓഫ് 3 പ്ലസ് പോയിന്റ്സ്. ഓക്കെ, ഈ ഒരു കേസ് ഇവിടെ കൺവേർട്ട് ചെയ്ത് ഈ ഒരു കേസിൽ ഈ 3 എന്ന സാധനം ഇന്റിജർ എന്ന സാധനം ഡബിൾ ആയിട്ട് കൺവേർട്ട് ആയി, അതിന് പോയിന്റ്സിന് ആഡ് ചെയ്തു. റിസൾട്ട് വിൽ ബി ഡബിൾ.
ഓക്കെ, ഇതൊരു ഡബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് this is the method of converting and variable and data type to another data type. Okay, double of 3 or integer of something or string of something. This is the method of converting a type to another type. Okay, ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യുന്ന സാധനം integer. For example, ഇതിനെ 3 ആണെങ്കിൽ സ്ട്രിംഗ് ആണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യില്ല, അത് എറർ അടിക്കും, കമ്പൈൽ ടൈം എറർ അടിക്കും. കാരണം ഇത് സ്ട്രിംഗ് ആയിട്ട് ഇൻഫർ ചെയ്തു അല്ലേ. ഈ ഒരു കേസിൽ ഇത് സ്ട്രിംഗ് ആയിട്ട് ഇൻഫർ ചെയ്തു. ഈ സ്ട്രിംഗിനെ നമ്മൾ ഡബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ എറർ അടിക്കും. This will not work in this case. Okay, so ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സാധനം എപ്പോഴും ഒരു ടൈപ്പ് ആയിരിക്കണം, ആ ടൈപ്പിന് കറസ്പോണ്ടിങ് ടൈപ്പ് ആയിരിക്കും. ഓക്കെ.